കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാസർഗോഡിൽ നിന്നും ഒരു ചേച്ചിയുടെ കൃഷ്ണാനുഭവമാണ് പങ്കുവയ്ക്കുന്നത് കേട്ടോ. ചേച്ചിയുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി. എവിടെ വെച്ച് എന്ന് അറിയില്ല. ചേച്ചി അത് വിളക്കിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഒരു പേഴ്സിൽ കരുതിയിരുന്നു. അത് വിളക്കിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുക്കുകയുണ്ടായി. പക്ഷേ ബാഗിൽ വെച്ചതെല്ലാം ചേച്ചിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അത് തിരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. അങ്ങനെ ചേച്ചി വീട്ടിൽ വന്നിട്ട് പിന്നീട് എല്ലായിടത്തും തിരയുകയുണ്ടായി. പക്ഷേ എവിടെ തിരഞ്ഞിട്ടും സാധനം കിട്ടിയില്ല കേട്ടോ. സാധാരണ ഗോൾഡൊക്കെ വെക്കുന്നത് ചേച്ചി അലമാരയിലാണ്. അപ്പോൾ അലമാര എല്ലാം അരിച്ച് പെറുക്കി നോക്കി. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കുന്തം പോയാൽ കുടത്തിലുണ്ടപ്പടം. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ മുക്കും മൂലയും അരിച്ച് പെറുക്കി. പക്ഷേ സാധനം കിട്ടിയില്ല. ചേച്ചിയുടെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, കുഞ്ഞിൻ്റെ ചെറിയ ആഭരണങ്ങളുണ്ട്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങൾ അതിൽ ഉണ്ടായിരുന്നു ആ പേഴ്സിൽ. അതും എടുത്തിട്ടാണ് ചേച്ചി പോകുന്നത്. പണയം വയ്ക്കും വേണം, ബാക്കി വിളക്കിച്ചിട്ട് ബ്രേസ്ലെറ്റ് വിളക്കിച്ചിട്ട് ഉപയോഗിക്കുകയും വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ചേച്ചിക്ക് പിന്നീട് ശങ്കയായി, അതെങ്ങാനും എവിടെയെങ്കിലും പോയോ, വണ്ടിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പം പൈസയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാഗ് തുറന്നപ്പോൾ താഴെ വീണു പോയോ, അങ്ങനെയൊക്കെ ചേച്ചിക്ക് ഭയമുണ്ടായി. അങ്ങനെ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്കെൻ്റെ ആ ഒരു നഷ്ടപ്പെട്ട സാധനം എനിക്ക് തിരിച്ചു കിട്ടണേ എന്ന് ഭഗവാനോട് അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയാണ്. അന്ന് രാത്രി ചേച്ചി ഉറങ്ങിക്കിടക്കുമ്പോൾ ചേച്ചി സ്വപ്നത്തിൽ ആ നഷ്ടപ്പെട്ട പേഴ്സ് ഒരു ഓവുചാലിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയൊക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ സ്വപ്നത്തിലാണ് കാണുന്നത് ഓവുചാലിൻ്റെ അടുത്ത് ഇതിങ്ങനെ കിടക്കുന്നു. അങ്ങനെ ആ പേഴ്സ് തുറന്നു നോക്കുന്നു. ആഭരണങ്ങൾ അതിൽ ചിലതൊക്കെ ഇങ്ങനെ നനഞ്ഞ് പിണ്ടിയായിട്ട് അലിഞ്ഞു പോകുന്നതൊക്കെയാണ് ചേച്ചി സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ എന്നിട്ട് വീണ്ടും വീടിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും പരതി നോക്കുകയാണ്. എവിടെ നോക്കിയിട്ടും സാധനം കാണുന്നില്ല. വളരെ വിഷമത്തിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അവിടെ തൊട്ടടുത്ത് കാസർഗോഡ് ഒരു ഗോപാലകൃഷ്ണ ടെമ്പിളുണ്ട്. അപ്പോൾ ചേച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്, ഭഗവാനെ എനിക്ക് എൻ്റെ ആ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ച് കിട്ടുകയാണെങ്കിൽ അവിടെ അമ്പലത്തിൽ ദർശിക്കുമ്പോഴൊന്നും കണ്ണൻ്റെ കാലിൽ തണ്ടം കാണുന്നില്ല. കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ പാദസരം, അത് കാണുന്നില്ല. അപ്പോൾ ചേച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്ക് ഈ ഗോൾഡ് ആഭരണങ്ങൾ വെച്ചിട്ടുള്ള പേഴ്സ് എൻ്റെ ഗോൾഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഭഗവാന് ചെറിയ വെള്ളിയുടെ തണ്ടം ഉണ്ടാക്കിയിട്ട് ഇവിടെ സമർപ്പിക്കും എന്ന് ചേച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്. മാത്രമല്ല എനിക്കത് എല്ലാ പ്രാവശ്യവും ചേച്ചി ഞായറാഴ്ചകളിൽ ഭഗവാനെ ദർശിക്കാൻ പോകാറുണ്ട്. എപ്പോൾ പോവുകയാണെങ്കിലും ഭഗവാൻ എന്ത് ചെയ്യും, വീട്ടിലുണ്ടാക്കിയ വെണ്ണ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അപ്രാവശ്യവും വെണ്ണയൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ചേച്ചി വീണ്ടും ഈ ഒരു കാര്യം മറന്നിട്ടില്ല. കാരണം ടി വിയൊക്കെ ഇടുമ്പോൾ ഗോൾഡിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ, കൂടി വരികയല്ലേ. 70,000, 72,000, 74,000 ഒക്കെ ആയല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. ഉള്ളിൽ വല്ലാത്തൊരു കാളലുണ്ട്. ഭഗവാനെ എന്താണെന്നുള്ള ഒരു വല്ലാത്ത ടെൻഷനും ഭയമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിക്ക്. പക്ഷേ ഭഗവാൻ ചേച്ചീനെ കഴിവിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് തവണ ഭഗവാനെ പ്രാർത്ഥിച്ചു. പിന്നെ ചേച്ചി തന്നെ കാര്യം മറന്നുപോയി. പതുക്കെ ഇങ്ങനെയൊരു കാര്യം തന്നെ ചേച്ചി മറന്നു പോവാണ്. ചേച്ചി മറന്നുപോയിട്ട് തൻ്റെ ജോലിയിൽ, തൻ്റെ പ്രാർത്ഥനയിലൊക്കെ അങ്ങനെ മുഴുകി. നഷ്ടപ്പെട്ടത് ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ട് അതുകൊണ്ട് എൻ്റേത് കളഞ്ഞു പോയതാവാം, എനിക്ക് അർഹതപ്പെടാത്തതായിരിക്കാം എന്നൊക്കെ ചിന്തിച്ച് ചേച്ചി വീണ്ടും ഭഗവാനിലേക്ക് അലിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം ചേച്ചി ഇങ്ങനെ വീട്ടിൽ ചായ കുടിക്കുമ്പോൾ ഹസ്ബൻഡ് അലമാരയിൽ നിന്നും എന്തോ സാധനം എടുക്കാൻ വേണ്ടി തുറന്നപ്പോഴേക്കും അലമാരയിൽ ഇത് മുന്നിൽ തന്നെ ഈ ഗോൾഡ് വെച്ച പേഴ്സ് ആരോ കൊണ്ടുവച്ച പോലെ വെച്ചത് കാണുന്നു. അപ്പോൾ ഉടനെ തന്നെ വൈഫിനെ വിളിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഇതെന്താ നീ വെച്ചിട്ടുള്ള പേഴ്സല്ലേ, നീയല്ലേ കാണാനില്ല എന്ന് പറഞ്ഞ പേഴ്സ്, അതാണല്ലോ ഇത് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ വൈഫ് ചേച്ചി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ തൻ്റെ സ്വർണ്ണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം അതുവരെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്കത് കിട്ടണേ,
പിന്നീട് മറന്നു. പിന്നെ വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച അത് ചേച്ചിയുടെ മുന്നിലേക്ക് ഭഗവാൻ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ ചേച്ചിയുടെ വീട്ടിൽ ഒരു കൃഷ്ണപരന്ത് വന്നിട്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഇരുന്ന് കുറേ നേരം ചേച്ചീനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണപരന്തിനെ ചേച്ചി കാണുമ്പോഴൊക്കെ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലാറുണ്ട് കേട്ടോ. ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാൻ പരുന്തിൻ്റെ പുറത്ത് കയറിയിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആ പരുന്തിൻ്റെ പുറത്തുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പലപ്പോഴും കൃഷ്ണപരന്തിനെ കാണുമ്പോൾ തൊഴാറുള്ളത് കേട്ടോ. അങ്ങനെ തൻ്റെ ആ ഒരു കിട്ടില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ഭഗവാന് നടത്തി കൊടുത്തു. അങ്ങനെ ഭഗവാനോട് നന്ദി പറയുകയും നേരത്തെ ഭഗവാന് പാലിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴിപാടുണ്ടായിരുന്നു. ഭഗവാൻ ഉണ്ണിക്കണ്ണന് ഒരു ചെറിയ വെള്ളിയുടെ കുലുസ് അവിടെ ഗോപാലകൃഷ്ണ ടെമ്പിളിൽ കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. അത് ചേച്ചി ഉടനെ തന്നെ നടത്തി ഒരു ചെറിയ കുലുസൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാന് കൊടുത്തു. ക്ഷേത്രത്തിലെ പൂജാരി ആ വിഗ്രഹത്തിന് ആ കുലുസൊക്കെ ചാർത്തിയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. മാത്രമല്ല ആ ഭക്തിക്ക് പ്രത്യേകമായിട്ട് ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ പ്രത്യേകം പറഞ്ഞു, അത് സ്റ്റാറ്റസ് ഒന്നും ഇടരുത്, നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അയച്ചു തന്നു എന്നുള്ളൂ എന്ന് അദ്ദേഹം പറയണ്ടായിട്ടോ. അപ്പോൾ ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. നിങ്ങൾക്കും ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ചാനൽ പറയാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.